നമസ്കാരം. ഒമാനിലുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 4 മലയാളികൾ ഉൾപ്പെടെ 9 പേർ മരിച്ചു. പാലക്കാട് തൃത്താല സ്വദേശിനി റംലത്തിന്റെ മൃതദേഹം ഇന്നലെ രാവിലെ കടലിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. ബർക്കയിലുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ചത്. ഒമാനിലെ തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്കയിലുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് തൃത്താല സ്വദേശിനി റംലത്തും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ഒഴുക്കിൽപ്പെട്ടത്. റംലത്തിന്റെ മകൻ യൂസഫിന്റെ സുഹൃത്തിന്റെ ഭാര്യ ഷംല എന്നിവരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്നലെ രാവിലെ അപകട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററിലധികം അകലെ കടലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. സ്വദേശി പൗരന്മാർ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം ലഭിച്ചത്. മറ്റൊരു അപകടത്തിൽ കൊല്ലം പെരിനാട് സ്വദേശി മഹേഷ് കുമാറും കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. വാദി ഖനി ഖാലിദിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെച്ചാണ് മഹേഷ് കുമാർ അപകടത്തിൽപ്പെട്ടത്. ഇതോടെ ഒമാനിലെ മഴക്കെടുതിയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 4 ആയി. റംലത്തിന്റെ മകൻ യൂസഫിന്റെ മൃതദേഹങ്ങൾ ഒമാനിലെ ബർക്കയിൽ തന്നെ സംസ്കരിച്ചിരിക്കുകയാണ്. ഒമാനിൽ ഇപ്പോഴും പലയിടങ്ങളിലും കാലാവസ്ഥാ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. വാദികൾ മുറിച്ചു കടക്കരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ കർശന നിർദ്ദേശം നൽകി. സന്ദർശക വീസയിൽ ഒമാനിലെത്തി മകൻ ഫഹദ് യൂസഫിനും കുടുംബത്തിനുമൊപ്പം കുറച്ചു ദിവസം സന്തോഷത്തോടെ ചെലവഴിക്കുവാനായിരുന്നു റംലത്തിന്റെ ആഗ്രഹം. പക്ഷേ ആ കൂടിക്കാഴ്ച ഒരുമിച്ചുള്ള അന്ത്യയാത്രയെ മാറിയത് നാടിനൊന്നാകെ നൊമ്പരമായി. തൃത്താല തച്ചറത്തൊടിയിൽ സ്വദേശിയായ 37-കാരൻ ഫഹദ് യൂസഫ് 10 വർഷമായി വിദേശത്ത് ബിസിനസ് നടത്തുകയാണ്. പെരുന്നാൾ ആഘോഷിക്കാനായി നാട്ടിൽ നിന്ന് ഉമ്മ എത്തിയത് കുടുംബത്തിന് സന്തോഷ നിമിഷങ്ങളായിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിത പ്രളയം ഉമ്മയുടെയും മകന്റെയും ജീവൻ കവർന്നത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒമാനിൽ തന്നെ ഖബറടക്കിയതിനാൽ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതിരുന്നത് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും നൊമ്പരം വർദ്ധിപ്പിച്ചു. ഷംലയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് നാട്ടിൽ എത്തിച്ചത്. ഒമാൻ എയർ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. നാട്ടിലെത്തിച്ച് പള്ളിയിൽ ഖബറടക്കി. ഫഹദ് യൂസഫിന്റെയും ഷംലയുടെയും ഭർത്താവായ ലുബിഷാദിന്റെയും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുവാൻ സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങും വഴിയായിരുന്നു അപകടം. വലിയ നീർച്ചാൽ കുറുകെ കടക്കുന്നതിനിടെ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ കാർ ഒഴുകിപ്പോവുകയായിരുന്നു. 9 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ രക്ഷപ്പെടുത്തി. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററോളം അകലെയാണ് കാർ കണ്ടെത്തിയത്. ഷംലയുടെയും ഫഹദ് യൂസഫിന്റെയും മൃതദേഹം ശനിയാഴ്ച തന്നെ കണ്ടെത്തുകയായിരുന്നു. ഒമാൻ പോലീസ് സംഘം നടത്തിയ തിരച്ചിലാണ് ഇന്നലെ റംലത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മസ്കത്ത് KMCC സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. കൊല്ലം ആഷ്ടമുടി വടക്കേക്കര കരിങ്ങോട് മഹേഷ് ഭവനിൽ ജനാർദ്ദനൻ പിള്ളയുടെയും വിജയലക്ഷ്മി അമ്മയുടെയും മകനാണ് മഹേഷ് കുമാർ. ഇലക്ട്രീഷ്യനായിരുന്നു. കരുനാഗപ്പള്ളി SBIയിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ഭാര്യ വി മായ. ഇതിനിടെ UAEയിൽ കനത്ത ഇടിയും മഴയും ആലിപ്പുഴ വർഷവും. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച ശക്തമായ മഴ 27 വരെ തുടരുമെന്ന് അറിയിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിവിധയിടങ്ങളിൽ റെഡ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിലായി. റോഡിലെ വെള്ളക്കെട്ട് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് വറ്റിക്കുകയാണെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. വാഹന ഗതാഗതം മന്ദഗതിയിലായി. മണിക്കൂറുകളെടുത്താണ് പലരും ലക്ഷ്യസ്ഥാനത്തെത്തിയത്. മുൻ വർഷങ്ങളിലെ പ്രളയം മുന്നിൽ കണ്ട് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ അടച്ചു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് അറിയിപ്പുള്ളതിനാൽ ലാപ്ടോപ്പ് എടുത്ത് വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ, അതായത് റിമോട്ട് വർക്ക് ചെയ്താൽ മതിയെന്ന് നിർദ്ദേശിച്ച കമ്പനികളും ഒട്ടേറെയാണ്. ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, ഫുജൈറ, റാസൽ ഖൈമ എന്നീ എമിറേറ്റ്സുകളിലെ വിവിധയിടങ്ങളിൽ വ്യാപകമായി മഴ ലഭിച്ചു. ഫുജൈറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ ഡാമുകൾ നിറഞ്ഞൊഴുകി. ഷാർജ, മലീഹയിലും അബുദാബിയിലെ ചിലയിടങ്ങളിലും ആലിപ്പുഴ വർഷത്തിന്റെ അകമ്പടിയോടെയായിരുന്നു മഴ. ദുബായ്, ഷാർജ, അജ്മാൻ, ഉമുൽ ഖുവൈൻ എമിറേറ്റുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രധാന റോഡുകളായ ഷെയ്ഖ് സായിദ് റോഡ്, E311 എന്നിവിടങ്ങളിൽ ഗതാഗതം മന്ദഗതിയിലായി. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.